മൗലവിമാരെ വെറും മൗലവിമാരല്ല, നേരെ മറിച്ച് മൗലവിമാർക്ക് ഹുത്തുബ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആള് മൂപ്പർ അഭിനയിക്കുക. ഇവിടെ സിനിമ ഇറക്കിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കോമാളിത്തരാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അസ്സലാമലൈക്കും. കിട്ടും വലക്ക കിട്ടും. അങ്ങോട്ട് വരി പെങ്ങന്മാരെ. ചങ്ങായി എന്ത് ഇജ്ജി കാട്ടും പോക്കറ്റ് പോയാ എന്ത് ചങ്ങായി ആ ഇജ്ജി കായെടുക്കല്ലോ. വസ്ത്രം സ്വയം സംസാരിക്കുന്ന ഒരു പ്രതീകമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യബോധത്തെയും സൗന്ദര്യബോധത്തെയും അത് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഇത് സാധ്യമല്ല. ഉദാഹരണത്തിന്, പർദ്ദയിട്ടൊരാളെ ലോകം കാണുന്നത് മതയാഥാസ്ഥികതയുടെ പ്രതീകമായാണ്. വാസ്തവത്തിൽ സ്ത്രീ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള പുരുഷാധിപത്യ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് പർദ്ദ. ഇൻഫാക്ട് പർദ്ദ സ്ത്രീ സൗന്ദര്യത്തിന്റെ ടോട്ടൽ സ്പിരിറ്റാണ്. ചാലു, തൊട്ടടുത്തു നീ നിന്നുവെങ്കിലും കൈതൊടാഞ്ഞതെന്തേ? വേണ്ടാട്ടോ. എല്ലാ ക്ലാസ്മേറ്റ്സിനെയും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. യെസ് ഈവനിങ് ഐ ഗോ ഹോം. യു ഗോ? I also go. ടുമോറോ ഐ നോട്ട് കമ്മിങ്. You coming, Candy? I coming, Candy. വാട്ട് എ പിറ്റി ഗേൾ. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നെ തന്നെ നിന്നെ കെട്ടാൻ ഇന്നെ വരെ വന്നില്ലാരും പോയി നിന്നെ കാണാൻ. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നെ തന്നെ ചെന്തേങ്ങ. ലോകരാജ്യങ്ങളുടെ സമയബന്ധിത ഇടപെടലുകൾ മൂലം ബൂർഷ്വ ഭരണകൂടത്തിനെതിരായി സലീം, യു സ്റ്റാൻഡ് അപ്പ്. You get out. Get out. زكريا ويحيى وعيسى وإلياس كل من الصالحين. മനസ്സിലാക്കണ ആരാണ്, എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നവര്? എന്താണ്, എന്ത് തോന്നിയാസം കാണിച്ചിട്ട് എന്നിട്ട് ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആള്? ഹത്തീബ് മടവൂര് ഹുത്തുബ പറയുന്ന പള്ളി ഹുത്തുബ പറയുന്ന ഹത്തീബന്മാർ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഹത്തീബ് തന്നെ, ഹത്തീബന്മാർ ക്ലാസ് എടുക്കുന്ന കാലി കുലാത്ത്, ആ കാലി കുലാത്ത് അഭിനയിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഗെറ്റ് ഔട്ട് അഭിനയിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ വാനി സഹോദരൻ ഗെറ്റ് ഔട്ട് അടിക്കേണ്ട വർത്താനം അല്ലേ? എന്ത് അപകടകരമായൊരു അവസ്ഥയിലേക്കാണ് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇതെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലയിലേക്കാണ്. എന്ത് തോന്നിയാസം കാണിക്കുക, കേനമെന്ന് വണ്ടക്കാരുത്താ, അതില്ലാതെ പറ്റൂല എന്നാണ്. കാരണം നശിപ്പിച്ച് പൊളിച്ചടുക്കിയിട്ട് ഞങ്ങൾ അടങ്ങുന്ന കേനമെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് ഈ ജാതി തോന്നിയാസങ്ങൾ സിനിമ പോലും അഭിനയിച്ച് അത് പുറത്തിറക്കുക. ഇസ്ലാമിക ദഅ്വാ രംഗത്തെ സജീവ സാന്നിധ്യമാണ് പോൽ. എന്നിട്ട് അതിനിടക്ക് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിനെ പരിഹസിക്കുക. ഇനിയിപ്പോ അടുത്ത പണി എന്താന്ന് ചോദിച്ചാല്, നിങ്ങൾ ഗൗരവത്തോടെ ഇത് മനസ്സിലാക്കണം. അടുത്ത പണി എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ കുറിച്ചും സിനിമ ഇറക്കാൻ പോവാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ ധാരാ ശബാബാണ് കേട്ടോ. മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ, മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ. എന്നിട്ട് ഇതിൽ പറയുന്നുണ്ട്, വിവാദങ്ങളും പിഴവുകളും ഒഴിവാക്കാൻ വേണ്ടി ഖത്തറിലെ പ്രശസ്ത പണ്ഡിതനായ യൂസുഫുൽ കർലാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചിത്രത്തിനായി ഗവേഷണം നടത്തുന്നത്. മുഹമ്മദ് നബിയെ കുറിച്ച് കാർട്ടൂൺ വരച്ചപ്പോ അതിനെതിരെ ബഹളം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ കവർ ചെയ്യാൻ ഒരു ശ്രമിക്കുന്നുണ്ട്. പണ്ട് ബഹളം ഉണ്ടായിട്ടുണ്ട്. ആ ജാതി ഒരു തരത്തിലുള്ള ബഹളത്തിനും തങ്ങളെ ചാൻസ് കൊടുക്കാത്ത രൂപത്തിലായിരിക്കും. പ്രവാചകന്റെ ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഇല്ലാതെ കഥ പറയുവാനാണ് ശ്രമം. മുഹമ്മദ് നബിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ചിത്രത്തിലുണ്ടാകും. പ്രവാചകത്തിൽ ലഭിച്ച 40 വയസ്സ് മുതലുള്ള ചരിത്രങ്ങളാവും കൂടുതലായി ആവിഷ്കരിക്കുക. ഇസ്ലാമും പാശ്ചാത്യ സംസ്കാരങ്ങളും തമ്മിൽ അകുറക്കുക ലക്ഷ്യമിടുന്നുവെങ്കിലും ഭീകരതയും തീവ്രവാദവുമായി ഇസ്ലാം കൂട്ടിവായിക്കപ്പെടുന്ന സമയത്ത്
പ്രവാചകനും അനുയായികളും മുന്നോട്ട് വെച്ച മതത്തെ കാണിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. അപ്പോ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ വിവാദമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പടം ഇറക്കാം, സിനിമ ഇറക്കാം. അങ്ങനെ മുഹമ്മദ് നബിയുടെ പടം ഇറക്കാൻ പോവാണ്, സിനിമ ഇറക്കാൻ പോവാണ് എന്നാണ്. നിങ്ങൾ നാലിച്ചു അള്ളാന്റെ ഖുർആൻ ആക്ഷേപിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരുവിൽ ആക്ഷേപിക്കുക, അതിനു പുറമെയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ ഹദീസുകളെ പരിഹസിച്ചുകൊണ്ട് സിനിമ ഇറക്കുക. ഇവരുടെ സേവനങ്ങളാണ്. എന്താണ്? റസൂലുള്ളാഹിയുടെ ഹദീസുകളെ പുച്ഛിച്ചുകൊണ്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് സിനിമ ഇറക്കുക. എന്താ സംഭവം എന്ന് വെച്ചാല് ഇതൊരു നോട്ടീസാണ്. നന്മയിലേക്ക് ധൃതിപ്പെടുക എന്നാണ് ഈ നോട്ടീസ്. ഈ നോട്ടീസ് ഇറക്കിയത് ആരാന്ന് ചോദിച്ചാൽ KNM ISM MGM MSM പരപ്പനങ്ങാടി QHLSന്റെ പ്രചരണത്തോടനുബന്ധിച്ചുകൊണ്ട് നന്മയിലേക്ക് ധൃതിപ്പെടുക എന്ന് പറയുന്ന ഈ നോട്ടീസ് ഇറക്കിയപ്പോൾ ഇതിൽ 2 ഹദീസുകൾ കൊടുത്തു. ഒന്ന്, 50 നന്മ ലഭിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുക വേണ്ടി നബി പറഞ്ഞൊരു ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രക്ഷിതാവിൽ നിന്ന് നമസ്കാരം നിർബന്ധമാക്കിയ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞതായി പറയുന്നു, നമ്മുടെ അടുത്ത വചനങ്ങൾക്ക് മാറ്റമില്ല. അത് നമസ്കാരം 5 അത് പ്രതിഫലത്തിൽ 50 ബുഹാരി ധരിക്കുന്ന ഹദീസാണ്. 50 നന്മ ലഭിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം 5 നേരം കൃത്യമായി അവൻ നമസ്കരിക്കട്ടെ. ആ 5 നേരത്തെ നമസ്കാരം അത് പ്രതിഫലത്തിൽ 50. ഇതൊരു ഹദീസാണ്. ഈ ഹദീസ് കൊടുത്തതിന് ശേഷം അടുത്ത ഹദീസ്, 100 നന്മ ലഭിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ചോദ്യമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒറ്റയടിക്ക് ഒരു പല്ലിയെ കൊല്ലുകയാണെങ്കിൽ അവന് 100 നന്മയുണ്ട്. മുസ്ലിം, ഇബ്നു മാജ, അഹ്മദ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് കൊടുത്തു. ഇത് മാത്രമല്ല, പിന്നെയും ഒരുപാട് ഹദീസുകളുണ്ട്. 700 നന്മ ലഭിക്കാൻ, പിന്നെ ഇതിനേക്കാൾ കൂടുതൽ നന്മ ലഭിക്കാൻ, കണക്കില്ലാത്ത പ്രതിഫലം. അങ്ങനെ ഒരാൾക്കൊരു ജീവിതത്തിൽ അയാൾക്ക് നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ആവശ്യമായി വരുന്ന ഹദീസുകൾ കോർത്തിണക്കിക്കൊണ്ട് ഇറക്കിയ ഒരു നോട്ടീസാണ്. ഈ നോട്ടീസിൽ ഈ 2 ഹദീസുകൾ കണ്ടു. ഒന്നെന്താ? ഒന്ന്, 50 നന്മ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 5 നേരം നമസ്കരിക്കാനാണ് പറഞ്ഞത്. 5 നേരം കൃത്യമായി നമസ്കരിച്ചാൽ 50 നന്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് പ്രതിഫലത്തിൽ 50 എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 5 നേരം നമസ്കരിച്ചാൽ 50 റക്അത്ത്, 50 വഖത്ത് നമസ്കരിച്ച പ്രതിഫലമാണ്. കാര്യം 50 ആയിരുന്നു ആദ്യം പറഞ്ഞത്, പിന്നെ അത് ചുരുക്കി 5 ആക്കിയതാണല്ലോ. പ്രതിഫലത്തിൽ 50 വഖത്താണത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പുറത്തോ 100 നന്മ ലഭിക്കണമെങ്കിൽ, 100 നന്മ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരെങ്കിലും ഒറ്റയടിക്ക് ഒരു പല്ലിയെ കൊല്ലുകയാണെങ്കിൽ അവന് 100 നന്മയുണ്ട്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അപ്പൊ ഇവരിങ്ങനെ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ചോദിച്ചാൽ അതിപ്പോ 5 നേരം നിസ്കരിച്ചാൽ 50 നന്മ. ഇവർക്ക് ഈ നന്മ എന്താന്ന് മനസ്സിലായില്ല. ഈ 5 നേരത്തെ നമസ്കാരത്തെ നന്മ എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരു പല്ലിയെ കൊന്ന 100 നന്മ, അപ്പൊ ഈ നന്മ ഏതാ അതും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവർ ഈ പ്രതിഫലം വെച്ച് ആദ്യം ഇതിനെ പരിഹസിച്ചു. പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ആദ്യം പരിഹസിച്ചു. അതെങ്ങനെയാണ്? ഹദീസുകളെ നിഷേധിക്കാൻ വരുന്നവർ അങ്ങനെയാണ് അതിനെ പരിഹസിക്കുക. ചേകന്നൂർ മൗലവി ഇറക്കിയ നോട്ടീസായിരുന്നു. ചേകന്നൂർ മൗലവി ഇറക്കിയ നോട്ടീസ്. ഈ നോട്ടീസിന്റെ ടൈറ്റിൽ തന്നെ പള്ളിപ്പണിയേക്കാൾ 70 ഇരട്ടി പുണ്യമുള്ളത് സാധു സംരക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആൻ. പള്ളി പണിയേണ്ട കാര്യമില്ല, അതിനേക്കാൾ 70 ഇരട്ടി പുണ്യമാണ് സാധു സംരക്ഷണത്തിന്. അവിടെ പള്ളി വെക്കണേക്കാൾ കൂടുതൽ കൂലി എന്തിനാണ്? സാധു സംരക്ഷണത്തിനാണ്. പള്ളി വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ചേകന്നൂർ മൗലവി ഇറക്കിയ നോട്ടീസാണ്. ഈ നന്മ എന്താ, പ്രതിഫലം എന്താ, പ്രതിഫലത്തിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങളെയും ഈ രൂപത്തിൽ പരസ്യമായി പരിഹസിക്കുന്ന പ്രവണത ചേകന്നൂർ തുടങ്ങി വെച്ചു. ഇത് മടവൂരികൾ ഏറ്റെടുത്തു. റസൂലുള്ളാഹിയുടെ ഹദീസ് ഈ നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചത് ഏറ്റെടുത്തിട്ട് എന്തെടുത്തു എന്നറിയോ? പരസ്യമായി ലേഖനങ്ങൾ എഴുതി. ഹദീസിനെതിരെ ലേഖനം എഴുതി. വയനാട് വെച്ചുകൊണ്ട് ഇവർ നടത്തിയ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിനോട് അനുബന്ധിച്ചുകൊണ്ട് ഇറങ്ങിയ അവരുടെ സപ്ലിമെന്റ് ആണിത്. സപ്ലിമെന്റ് ബുള്ളറ്റിൻ, ഈദ് ബുള്ളറ്റിൻ. ആ ഈദ് ബുള്ളറ്റിനിൽ പറയുന്ന നോക്കൂ, കരുവന്തുരുത്തിയിലും കൊടുന്തിരിപ്പള്ളിയിലും പള്ളികൾക്കാണ് ഭീഷണിയെങ്കിൽ പരപ്പനങ്ങാടിയിൽ പാവം പള്ളികൾക്കാണ് വധഭീഷണി. പരപ്പനങ്ങാടി യൂണിറ്റാണ് ഈ നോട്ടീസ് ഇറക്കിയത്.
കണ്ടോ? അതുകൊണ്ട് അതിനെ പരിഹസിക്കാണ്, ഹദീസിനെ പരിഹസിക്കാണ്. എന്നിട്ട് പള്ളികൾക്കാണ് വധഭീഷണി. പള്ളി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂലി പള്ളിവെട്ടിനുണ്ടെന്നാണ് ചങ്ങരംകുളം നോട്ടീസ്. അഡ്ഹോക്കുകൾ പരസ്പരം കാണുമ്പോഴും യോഗം കൂടുമ്പോഴും പള്ളി വധത്തിന്റെ കണക്ക് പറഞ്ഞാണ് ഇരിക്കുന്നതെന്ന് നാട്ടുവർത്തമാനം. സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന വാദങ്ങൾ കൊണ്ട് നടക്കുന്ന ഇവരെങ്ങനെയാണ് മുജാഹിദുകളാകുന്നത്? സാമാന്യ ബുദ്ധിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞാൽ മടവൂരി ബുദ്ധിക്കാര് ബുദ്ധി ഉണ്ടായിട്ട് വേണ്ടേ? അപ്പൊ സാമാന്യ ബുദ്ധിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാദങ്ങൾ കൊണ്ട് നടക്കുന്നവരെങ്ങനെയാണ് മുജാഹിദുകളാകുന്നത്? ഇവിടെ ഹദീസ് കൊണ്ട് നടക്കുന്ന, ഖുർആൻ കൊണ്ട് നടക്കുന്നവരാണ് മുജാഹിദ്. ആദ്യം അത് പഠിക്കണം. ഇത് എന്താ പറയണത്? ഈ ഖുർആനും ഹദീസും പറഞ്ഞതിന്റെ പേരിൽ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റിൻ ഇറക്കി. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ബുള്ളറ്റ് കൊണ്ട് അവസാനിപ്പിക്കാതെ പിന്നെന്താ, അടുത്ത സിനിമ ഇറക്കി. സിനിമ എന്തിനെതിരെ? ഹദീസിനെതിരെ സിനിമ. എന്നിട്ട് അതിന്റെ പരസ്യം എവിടെയാണ്? അത് വർത്തമാനം. ആ വർത്തമാനം പത്രത്തിന്റെ പ്രത്യേകമായൊരു പതിപ്പ് പരമരത്തിറങ്ങിയപ്പോൾ അവിടെ പ്രത്യേകമായി സിനിമാ പോസ്റ്റർ പരസ്യം കൊടുക്കുകയാണ്. 100 ദിവസം കൊണ്ട് 10 ലക്ഷം പ്രേക്ഷകർ. നന്ദി, 100,000 നന്ദി. പ്രത്യേക ശ്രദ്ധക്ക് പനമരത്തെ മുജാഹിദ് സമ്മേളന നഗരിയിൽ സീഡി ലഭ്യമാണ്. കിട്ടാത്തവർക്ക് ഇത് സുവർണാവസരം. ഹുസൈൻ മടവൂരിന്റെ വാതിന്റെ സീഡിയാ ആണോ? അല്ല, നേരെ മറിച്ചോ. അക്കരെ നിന്നൊരു സുൽത്താൻ. നാട്ടിലൊന്നും സുൽത്താൻ ഇല്ലാതിട്ട് വിദേശ സുൽത്താനാണ്. എന്നിട്ടോ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി കേരളക്കരയിൽ തൗഹീദിന്റെ കൊടുങ്കാറ്റുയർത്തിയ വിസ്മയത്തിന്റെ സുൽത്താൻ. അപ്പൊ തൗഹീദിന്റെ കൊടുങ്കാറ്റ് ഇപ്പോ എവിടെയാണ്? സിനിമയിലാണ് എന്നാ. കൊടുങ്കാറ്റ് ഇങ്ങനെ അടിച്ചു വെച്ചാണ് പടത്തിലെ. എന്നിട്ടോ ഇങ്ങനെ കൊടുത്തിട്ട് അതിന്റെ പരസ്യം, ആ പരസ്യം ഞങ്ങൾ കാണുന്നത്. ഇനിയോ എന്നിട്ട് അള്ളാന്റെ റസൂലിനെ പരിഹസിച്ചുകൊണ്ട് പടമിറക്കി സിനിമ. റസൂലുള്ളാന്റെ ഹദീസിനെ പരിഹസിച്ചുകൊണ്ട് സിനിമ ഇറക്കി. മാന്യ മുഅ്മിനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം, ഈ മടവൂരിസം ഇസ്ലാമികമാണോ? ഇത് ഇസ്ലാമികമാണോ? ഇത് മുജാഹിദ് പ്രസ്ഥാനമാണോ? ഇത് ഇസ്ലാഹി ആദർശമാണോ? ഇത് തൗഹീദിന്റെ വാഗ്ദാക്കൾക്ക് അനുയോജ്യമായതാണോ? ഇത് ഖുർആൻ സ്വീകരിക്കുന്നവർക്ക് പറ്റിയതാണോ? ഇത് സുന്നത്തിന്റെ മാർഗമാണോ? എന്താണ്? നിങ്ങൾ കേട്ടു നോക്കൂ. ഇത് ജിന്നല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പല്ലിയെ കൊന്നു. ഒരു പല്ലിയെ കൊല്ലാൻ ഡോക്ടർ സുഹൈർ രണ്ടാമത് അടിക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. അങ്ങനെയാണ്. അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകൾ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോവാ. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ? മൂപ്പര് എത്ര കളവാ നടത്തിയത്. പല്ലിയുടെ കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യം എങ്ങനെയുണ്ട് കൊടുങ്കാറ്റ്? ആർക്കെതിരെയാ കൊടുങ്കാറ്റ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെതിരെയാ കൊടുങ്കാറ്റ്. കാരണം ഇവർ പരിഹസിച്ചപ്പോൾ അറിഞ്ഞില്ല ആരെയാണ് പരിഹസിച്ചതെന്ന്, ആക്ഷേപിച്ചപ്പോൾ അറിഞ്ഞില്ല ആരെയാണ് ആക്ഷേപിച്ചതെന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്റെ നാവിലൂടെ പുറത്തേക്ക് വന്ന വാചകത്തെയാണ്, അല്ലാഹു വഹയി മുഖാന്തരം പ്രവാചകന് നൽകിയ വർത്തമാനത്തെയാണ് ഇവർ പരിഹസിച്ചത്. എവിടുന്ന് തന്നെ അത് തെളിഞ്ഞു. അതേ റിയാദുസ് സാലിഹീൻ എന്ന കുട്ടികൾ പോലും ഓതിപ്പടിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് നമ്മുടെ നാട്ടിൽ. ആ റിയാദുസ് സാലിഹീൻ സാക്ഷാൽ സലാം സുല്ലമി തന്നെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. ആ പരിഭാഷയിൽ 560-ാമത്തെ പേജിൽ ഈ ഹദീസ് കൊടുക്കുകയാണ്. 560-ാമത്തെ പേജിൽ ഈ ഹദീസ് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ്. ആ ഹദീസിനെ നേർക്ക് നേരെ പരിഹസിക്കുകയാണ്. നിങ്ങൾ കേട്ടോളൂ, ആ പരിഹാസത്തിന്റെ വാചകം ഒന്നുകൂടി കേട്ടോളൂ, എന്നിട്ട് ഞാൻ ഹദീസ് പറഞ്ഞു തരാം. ഇത് ജിന്നല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പല്ലിയെ കൊന്നു. ഒരു പല്ലിയെ കൊല്ലാൻ ഡോക്ടർ സുഹൈർ രണ്ടാമത് അടിക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. കേട്ടോ, പരിഹസിക്കുകയാണ് മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ പരിഹസി? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖതല വസാ ഫീ അവ്വൽ ദർബത്തിൻ ഫലഹു കദാ വകദാ ഹസന വമൻ ഖതലഹാ ഫിൽ ദർബത്തി സാനിയ ഫലഹു കദാ വകദാ ഹസന ദൂനൽ ഊലാ വഇൻ ഖതലഹാ ഫിൽ ദർബത്തി സാലിസ ഫലഹു കദാ വകദാ ഹസന. എന്താ അതിന്റെ അർത്ഥം? കേട്ടോളൂ.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വല്ലവനും പല്ലിയെ ഒരടിക്ക് തന്നെ കൊന്നുകളഞ്ഞാൽ അവന് ഇന്നിന്ന പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ അടിയിലാണ് കൊന്നതെങ്കിൽ ആദ്യത്തെ പ്രതിഫലത്തെക്കാൾ താഴെയുള്ള ഇന്ന പ്രതിഫലമുണ്ട്. മൂന്നാമത്തേതിലാണ് കൊന്നതെങ്കിലോ ഇന്ന പ്രതിഫലം അവന് ലഭിക്കും. മറ്റു നിവേദനത്തിൽ ആദ്യത്തെ അടിക്ക്